നാടുകാണി ചുരം കയറി ബന്ദിപ്പൂർ വനത്തിലൂടെ മൈസൂരിലേക്കുള്ള യാത്ര അതൊരു വല്ലാത്ത ഫീലാണ്. ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിൽ ഏഷ്യൻ ആൻ, ഗൗർ, ബംഗാൾ കടുവ, മടിയൻ കരടി, 4 കൊമ്പുള്ള മാൻ, സ്വർണ്ണ കുറുക്കൻ, ധോൾ എന്നിവയുണ്ട്. റോഡുകളിൽ സാധാരണയായി കാണപ്പെടുന്ന സസ്തനികളിൽ ചിതൽ, ചാര, ലെങ്കൂർ, ഇന്ത്യൻ ഭീമൻ അന്നാൻ, ഇന്ത്യൻ ആന എന്നിവ ഉൾപ്പെടുന്നു. സെന്റ് ഫിലോമിനസ് കത്തീഡ്രൽ മൈസൂർ രൂപതയുടെ കത്തീഡ്രലും ഒരു കത്തോലിക്ക പള്ളിയുമാണ്. നിയോ ഗോത്തിക് ശൈലിയിൽ നിർമ്മിച്ച ഇത് 1936 മഹാരാജ കൃഷ്ണരാജ വാഡിയാർ 4ാമന്റെ ഭരണകാലത്താണ് നിർമ്മിച്ചത്. ജർമ്മനിയിലെ കൊലോൺ കത്തീഡ്രലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇതിൻ്റെ വാസ്തുവിദ്യ. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളികളിലൊന്നാണ് കത്തീഡ്രൽ. ഇനി നമുക്ക് സൂയിലേക്ക് പോവാം. മൈസൂർ മൃഗശാല ഔദ്യോഗികമായി ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻസ് എന്നറിയപ്പെടുന്നു. തെക്കേ ഇന്ത്യൻ നഗരമായ കർണാടകയിലെ മൈസൂരിൽ സ്ഥിതി ചെയ്യുന്ന സുവോളജിക്കൽ ഗാർഡനുകളുടെയും ആനിമൽ പാർക്കിൻ്റെയും ഒരു സംയോജനമാണിത്. മൈസൂർ കൊട്ടാരത്തിൽ നിന്ന് ഏകദേശം 700 മീറ്റർ അകലെ 187 ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നതുമായ മൃഗശാലയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ മൃഗശാലകളിലൊന്നായ ഇത് നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ആകർഷണങ്ങളിലൊന്നായതിനാൽ 168ലധികം ഇനങ്ങളുടെ വിശാലമായ ശ്രേണി ഇവിടെയുണ്ട്. മൈസൂരിലെ 23ാമത്തെ മഹാരാജാവായിരുന്ന ചാമരാജ വാഡിയാർ 10ാമന്റെ സ്വകാര്യ മൃഗശാലയിൽ നിന്നാണ് മൈസൂർ മൃഗശാല സൃഷ്ടിക്കപ്പെട്ടത്. 1892 സമ്മർ പാലസിന്റെ 10 ഏക്കർ 4.0 ഹെക്ടർ സ്ഥലത്ത് അടുത്ത 10 വർഷത്തിനുള്ളിൽ മൃഗശാല 45 ഏക്കറിലേക്ക് 18 ഹെക്ടർ വികസിപ്പിച്ചു. ഇപ്പോഴും ഉപയോഗത്തിലുള്ള വിശാലമായ ചുറ്റുപാടുകളുണ്ടായിരുന്നു. ജന്തുശാസ്ത്ര ഉദ്യാനങ്ങളുടെ സ്ഥാപകൻ ചാമരാജ വാഡിയാർ എക്സ് പാലസ് സൂ എന്നായിരുന്നു ആദ്യം അറിയപ്പെട്ടിരുന്നത്. 1909 ഇത് ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻസ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. സൗത്ത് വെയിൽസിൽ നിന്നുള്ള AC ഹ്യൂസ് ആയിരുന്നു മൃഗശാലയുടെ ആദ്യത്തെ സൂപ്പർ. 1892 മുതൽ 1924 വരെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഹ്യൂസ്, സർ മിർസ ഇസ്മായിൽ, GH കൃംബികൾ എന്നിവർ മൃഗശാലയെ പുനർനിർമ്മിക്കുന്നതിനും ആധുനികവും പ്രകൃതിദത്തവുമായ ചുറ്റുപാടുകൾ ഉപയോഗിച്ച് അത് നവീകരിക്കുന്നതിനും വേണ്ടി പ്രവർത്തിച്ചു. ഇപ്പോൾ അതിലൊരു ബാൻഡ് സ്റ്റാൻഡും ഒരു കൃത്രിമ തടാകവുമുണ്ട്. 1948 മൃഗശാലയുടെ നടത്തിപ്പ് മൈസൂർ സർക്കാരിന്റെ പാർക്കുകളുടെയും ഉദ്യാനങ്ങളുടെയും വകുപ്പിന് കൈമാറി. ಎಲ್ಲ ಕ್ಲಾಸಲ್ಲೂ ಬರ್ತಾವ್ರೆ ಬಿದ್ದಿಗಿದ್ದು ಹೋದ್ರೆ ಆಚೆ ಬಂದು ಹುಡುಗಿ വേറെ ജീവ അതാ നിലവിൽ 10 ആനകളുടെ ആവാസ കേന്ദ്രമായ ഈ മൃഗശാലയിൽ ഇന്ത്യയിലെ മറ്റേതൊരു മൃഗശാലയെക്കാളും കൂടുതൽ ആനകളുണ്ട്. ആകെ 34 ആനകൾ ഈ മൃഗശാലയിൽ താമസിച്ചിട്ടുണ്ട്. അവയിൽ പലതും ഒടുവിൽ മൈസൂരിലെ മറ്റ് മൃഗശാലകളിലേക്ക് മാറ്റി. അവിടുത്തെ സെക്യൂരിറ്റിക്കാരാണ് പൊട്ടന്മാര്.
അറിയില്ല. നമ്മളെ നാട്ടിലത്തെ കരടിയതാ. അടുക്ക എറണാകുളം വരും. ഇവിടുന്ന് ഇത് നമുക്ക് ഇട്ടുകൊടുക്കണം. വരാൻ പാടില്ല. അങ്ങാറുണ്ട് പോവാ. കൊളംബോ മൃഗശാല സംഭാവന ചെയ്ത 5 പച്ച അനക്കോണ്ടകളും മൃഗശാലയിലുണ്ട്. ചിമ്പാൻസികൾ, ഗൊറില്ലകൾ, ഒറാങ്കുട്ടാനുകൾ, വെളുത്ത കാണ്ടാമൃഗങ്ങൾ, ചീറ്റകൾ എന്നിവയെ പാർപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക മൃഗശാല കൂടിയാണിത്. അതിൻ്റെ അനങ്ങാതെ വെള്ളം കുടിച്ചാണ്. ടോളസ്റ്റ് അനിമൽ ഏതാണ്? ജിറാഫ്. ടോളസ്റ്റ്, ബിഗ്ഗസ്റ്റ് എലിഫന്റ്. അതിൻ്റെ ഉണ്ട കണ്ടോ? അതാണ് ഏറ്റവും അതിനൊക്കെ പോവാം. അതിനൊക്കാം. അതിന്റെ നോക്കിയാണ് 112 ഇവിടേക്ക് വാങ്ങിച്ചു.